നമസ്കാരം, ഗോലാ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉള്ളിവടയാണ്. ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള ഒരു ഉള്ളിവട നമുക്കിന്ന് തയ്യാറാക്കാം. നമുക്കിന്ന് ഉള്ളിവട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 സവാള, നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്, ഒരു 4 ചെറിയ പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചി, ഇതുമാതിരി ഒരു 2 കറിവേപ്പില, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, മുളക് പൊടി. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് കൂടി കൊടുക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് നല്ല ബലത്തിൽ തന്നെ മിക്സ് ചെയ്യണം. Sometimes it could be a little tough. I just need to feel like the end's in sight for me. But let's be really real, anxiety can foggy all this stuff. I've been feeling weird, I can't seem to focus good enough. Nothing's really clear, sometimes it could be a little tough. I just need to feel like the end's in sight for me. But let's be really real, anxiety can foggy all this stuff. It sucks when you finally feel like giving up. Oh God, no luck. Everything feels like you're sticky stuck. I'm lost, handcuffed to the bed where I sleep. Don't give a fuck, can't stop. Unplug, feeling overwhelmed. I think I've had enough. Gotta find a way to get some energy. Gotta find someone who's a good friend of me. I need purpose to make it all worth it. I'm still searching and I'm still learning. I want a life that's filled with memories, not a life with a brand in front of me. I need focus to keep me from hopeless. Psychosis. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം വെള്ളമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വെള്ളം ചേർക്കണോ വേണ്ടതെന്ന് പറയാതിരുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇങ്ങനെ ഈ 3 വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ പിടിക്കുന്നത് ഒരു 2 പ്രാവശ്യം എടുത്താൽ മതി, അതിൽ കൂടുതൽ വേണ്ട. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ കയ്യിലിരിക്കുന്ന പച്ചമുളകിൻ്റെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കൃത്യമായിട്ട് അളവൊന്നുമില്ല. മസാല മസാല ഇങ്ങനെ 3 ഇത് അരിപ്പൊടിയാണ്. ഇതൊരു ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇത് മുകളിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് മൈദപ്പൊടിയാണ്. കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവും ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ ചെറിയ സ്പൂണിൽ 2 സ്പൂണാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ചേർത്തിരിക്കുന്ന ഉപ്പ് കുറഞ്ഞു പോകുന്നതാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അവസാനമാകുമ്പം ഉപ്പ് ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെള്ളമൊന്നും ചേർക്കാഞ്ഞിട്ട് കൂടി ഇതില്ലേ നല്ല കുഴഞ്ഞു വരുന്നുണ്ട്.
കുഴച്ച് വെച്ച ഉള്ളിവടയ്ക്കുള്ളതെല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് കയ്യിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവിയിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. എണ്ണ ഒരുപാട് ചൂടാകണ്ട, അത്യാവശ്യം ഒന്ന് ചൂടായാൽ മതി, അല്ലെ ആദ്യം ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും അധികമായി പോകരുത്, അധികമായി പോയി കഴിഞ്ഞാൽ കൊള്ളില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളിയിൽ അധികം ഈ മാവൊന്നും പിടിച്ചിട്ടില്ലാത്ത പോലെ തോന്നും. പക്ഷേ ഉള്ളിയോടെ ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അരിപ്പൊടി ചേർക്കുന്നത് നല്ല മൊരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലെ ഇതെല്ലാം തയ്യാറാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉള്ളിവട തയ്യാറാക്കാൻ. അതല്ലെങ്കിൽ എണ്ണ നന്നായിട്ട് ഉള്ളിവട കുടിക്കും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിടണമെന്ന് പറയുന്നത്. ഈ ഒരു പാകമാകുമ്പോഴത്തേന് ഉള്ളിയോടെ കോരിയെടുക്കണം, അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കും. നമ്മുടെ കൈക്ക് അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേഗത്തുള്ളൂ.
അങ്ങനെ നമ്മുടെ ഉള്ളിവടയെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അരിപ്പൊടിയും കൂടെ ചേർത്തുകൊണ്ട് നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, കഴിച്ച് നോക്കാൻ. അങ്ങനെ നമ്മുടെ ഉള്ളിവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് ഉള്ളിവട. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത്. സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.